ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായ സ്വർണ്ണപീഠം അത് കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി റിപ്പോർട്ടർ ടിവിയോട് നേരത്തെ പറഞ്ഞിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിൽ വിശദീകരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോട്ടയം സ്വദേശി വാസുദേവൻ പീഠം തന്നെ തിരികെ ഏൽപ്പിച്ചിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പീഠം 4.5 വർഷം വാസുദേവന്റെ കൈവശമായിരുന്നുവെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. താൻ തന്നെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം കൊണ്ടുപോയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്ന് സമ്മതിക്കുന്നു. പ്രതികരണം കേൾക്കാം. 2021 ഒരു പീഠം അവിടെ ഇരുന്ന പീഠത്തിന് കളർ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു പീഠം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അന്ന് അത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ കൊടുത്തു വിട്ടു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം 4.5 വർഷം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ കോടതി വിധി വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഞാൻ അന്ന് ട്രിവാൻഡ്രത്തുണ്ട്, എന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകും. ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല, ഞാനിത് മോഷ്ടിച്ചതല്ല, അന്ന് ഈ റിപ്പയർ ചെയ്യാൻ തന്നു, അവിടെ വച്ചിരുന്നു. ഞാൻ അതുപോലെ പൊന്നുപോലെ തന്നെ, ഞാൻ പേപ്പർ പോലും ഇളക്കിയിട്ടില്ല, ഞാൻ അതുപോലെ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിത് സ്പോൺസർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. എന്തായിരുന്നാലും സാധനം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഞാൻ 25-ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോരുമ്പോൾ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അവിടെ വിലപിടിപ്പുള്ളൊരു സാധനം അവിടെ വെക്കേണ്ടെന്ന് കരുതി ഞാൻ പെങ്ങളെ വീട്ടിലേക്ക് കൊടുത്തിട്ട് ഞാൻ പോന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നോട് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസികളുടെ അടുത്തുനിന്ന് പണം വാങ്ങി അങ്ങനെ എന്തെങ്കിലും പൂജകളിലേക്ക് പോയതായിട്ട് വല്ലതും വിവരം ലഭിച്ചു? ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ആളൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. വാസുദേവനാണ് ഈ സ്വർണ്ണപീഠം കയ്യിൽ വെച്ചിരുന്നത്. പക്ഷേ ഈ വിവരം അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കാണാനില്ല എന്ന വാദം ഉയർത്തിയത് എന്നതാണ് ദേവസ്വം മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിക്കുന്നു, വാസുദേവന്റെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണപീഠം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് വാങ്ങിയതും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ അമ്മ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് താനാണ് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നത്. കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടോ?